സാറേ, പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, ഭാര്യ, അവർ രണ്ടുപേരും വീണ്ടും കോടതി ശിക്ഷിക്കുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, ഔദ്യോഗികമായി ചുമതലയേറ്റെടുക്കും. അപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ ഇമ്രാൻഖാനെയും ഭാര്യയൊക്കെ രക്ഷിക്കുമോ? ലോകരാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തെങ്കിലും സാധ്യതയുണ്ടോ സാറേ? ഇത് ഈ പാകിസ്ഥാനിലെ ഒരു സ്വഭാവം, അവിടെ ഒരു ക്രൈസിസ് വന്നാൽ, ക്രൈസിസ് പലതരത്തിൽ വരാറുണ്ട്. സാമ്പത്തികമായി, പിന്നെ ഭീകരന്മാർ ഉയർത്തുന്ന അക്രമം മൂലമുള്ള അരാജകത്വം, രാഷ്ട്രീയ അനിശ്ചിതത്വം, ഇതൊക്കെ പാകിസ്ഥാനിൽ കൂടെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ വലിയൊരു തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. അത് മുഖ്യമായും സാമ്പത്തികമാണ്. അപ്പോൾ അവർ ഇതുപോലുള്ള രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ 3 ആയാണ് ആശ്രയം. 1 അള്ള, 2 ആർമി, 3 അമേരിക്ക. ഈ 3 കാര്യങ്ങളെയും വിളിച്ചിട്ടാണ് അവർ രക്ഷ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അവർക്ക് അള്ള രക്ഷിക്കുന്നില്ല, കാരണം മുല്ലാമാർ നിസ്സഹായരായിരിക്കുന്നു. അവരെ കൊണ്ട് വലിയ രക്ഷ ഉണ്ടാവും എന്ന് കരുതുന്നില്ല. ആർമി ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി 14 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധേയനായപ്പോൾ, അപ്പോൾ അദ്ദേഹത്തിന് ഇനി പാകിസ്ഥാനിലെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അനുയായികൾക്ക് അമേരിക്കയാണ് ഒരു രക്ഷ. അടുത്ത പ്രാർത്ഥന, അവരുടെ അഭയകേന്ദ്രം അമേരിക്കയാണ്. പക്ഷേ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ സഹായിക്കുമോ? 2017 പാകിസ്ഥാന് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത ആളാണ്. അവർക്കുള്ള സെക്യൂരിറ്റി ഫണ്ട് അദ്ദേഹം തടയുകയും ചെയ്തു. അന്ന് ഇമ്രാൻഖാനായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി. അപ്പോൾ ഇമ്രാൻഖാനോട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിനിവേശം ട്രംപിനില്ല. പിന്നെ പുതിയ ജിയോ പൊളിറ്റിക്സിൽ ട്രംപ് ഭരണകൂടം 2ാം ടേമിൽ സ്വീകരിക്കാൻ പോകുന്ന നയമനുസരിച്ചിരിക്കും. അപ്പോൾ അവിടെ ഇപ്പോൾ ട്രംപിനെ സ്വാധീനിക്കാൻ പറ്റുന്ന സെനറ്റിലെ അംഗങ്ങളെയും പ്രത്യേകിച്ചും സ്റ്റേറ്റ് സെക്രട്ടറിയെയും സ്വാധീനിക്കാൻ പാകിസ്ഥാൻ ഡയസ്പോറ, അമേരിക്കൻ പാകിസ്ഥാനികൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇമ്രാൻഖാനെയും ഭാര്യയെയും, ഇമ്രാൻഖാൻ 72 വയസ്സായി, അദ്ദേഹത്തെ 14 വർഷത്തേക്ക് തടവ് ശിക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആയുഷ്കാലം പുറത്തു വരാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഭാര്യയ്ക്ക് 7 വർഷം തടവാണ്. ഭാര്യ 50 വയസ്സുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് 7 വർഷവും 5 ലക്ഷം രൂപ പിഴയും, അദ്ദേഹത്തിന് 14 വർഷവും 10 ലക്ഷം രൂപ പിഴയുമാണ്. അപ്പോൾ ഈ ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടാനുള്ള ആഭ്യന്തര ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ അദ്ദേഹത്തിൻ്റെ PTI പാർട്ടിയുടെ അംഗങ്ങൾ റാവൽപിണ്ടിയിലൊക്കെ, കറാച്ചിയിലൊക്കെ ഇന്നലെ വലിയ പ്രകടനമായിരുന്നു ഈ സ്പെഷ്യൽ കോടതിയുടെ വിധി വന്നപ്പോൾ. അപ്പോൾ വലിയ അപ്പീൽ കൊണ്ടൊന്നും, അവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അപ്പീൽ കൊണ്ടൊന്നും വലിയ പ്രതീക്ഷയില്ല. പിന്നെ ഇതുപോലെ അന്താരാഷ്ട്ര ശക്തികളെ ഉപയോഗിച്ച് പാകിസ്ഥാനെ വിരട്ടി എന്തെങ്കിലും കാര്യം സാധിക്കാമോ എന്നാണ് ശ്രമിക്കുന്നത്. ഇതിനിടയിൽ തന്നെ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പിന്നെ ബഹുകക്ഷി ഭരണകൂടം ചില നെഗോഷിയേഷൻ ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് ഇന്ന് വാർത്തയുണ്ടായിരുന്നു. അത് മുഖ്യമായും ഈ ഇമ്രാൻഖാൻ്റെ കക്ഷികളുടെയും കൂടെ ഒരു പിന്തുണ ഇല്ലാതെ അവരുടെ സ്മൂത്തായ ഒരു ഭരണം കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു നെഗോഷിയേഷനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതും വിജയിക്കാൻ സാധ്യതയില്ല, കാരണം ഇദ്ദേഹത്തിനെതിരെ വലിയ ഒരു സാമ്പത്തിക കുറ്റമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സാർ, അങ്ങനെ കുറ്റം ചെയ്താലേ സ്വാഭാവികമായിട്ട് ഈ പാകിസ്ഥാൻ്റെ ഈ ഇമ്രാൻഖാൻ്റെ അനുയായികളുണ്ടല്ലോ, അവരിടയ്ക്കിടയ്ക്ക് അവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ഒടുവിൽ നിവൃത്തിയില്ലാതെ സൈന്യത്തിന് വെടിവെക്കേണ്ടി വരുന്നു. അപ്പോൾ വെടിവെക്കുന്നു എന്ന് പറയുന്ന ഒരു ആഭ്യന്തര പ്രശ്നം പൊട്ടിപ്പുറപ്പെടാനുള്ള ഏറ്റവും വലിയ സാധ്യത. അങ്ങനെ ആഭ്യന്തര ഒരു കലഹം പൊട്ടിപ്പുറപ്പെടട്ടെ, അങ്ങനെ പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്താം എന്ന് അവർ ചിന്തിച്ചാൽ അതൊരു വലിയ കലഹമായി മാറില്ലേ? മാത്രമല്ല, അവിടുത്തെ ഈ താലിബാനെ അനുകൂലിക്കുന്ന പാക് താലിബാൻ ഉണ്ടല്ലോ, അവരും അവിടെ ഒരു സൈഡിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേരുമ്പോൾ ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെടുമോ? അവിടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് മുന്നണി സർക്കാരാണല്ലോ, ഒരു കക്ഷിയെ പിൻവലിച്ചാൽ മതി. ഒരു കക്ഷിയെ ആകർഷിക്കാൻ എന്തെങ്കിലും ചെയ്താൽ മതി. ഇമ്രാൻഖാനോട് അനുഭവമുള്ളവരാരും ഇപ്പോൾ തൽക്കാലം പ്രകടമായി അവിടെ ഇല്ല. കാരണം ഇമ്രാൻഖാൻ 5000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതാണ് മുഖ്യമായ ആരോപണം. ഇത് ലണ്ടനിൽ നിന്ന് വന്ന മണിയാണ്, UK മണിയാണ്. അതൊരു കോമ്പൻസേഷൻ എന്ന നിലയിൽ പാകിസ്ഥാന് ലണ്ടനിൽ നിന്ന് കൊടുത്തതാണ്. അത് ഇമ്രാൻഖാൻ്റെ ഭരണകാലത്ത് ഈ വേണ്ട പോലെ രാജ്യത്തിൻ്റെ എക്സ്ചക്കറിലേക്ക് പോകുന്നതിന് പകരം ചില നേതാക്കളുടെ കയ്യിലേക്ക് പോയി. ഈ ഇദ്ദേഹവും ഭാര്യയും ഉൾപ്പെട്ട ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു.
ആ ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഇപ്പോഴാണ്. അത് ഛലം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ട്രസ്റ്റും ഈ സർവകലാശാലയും. ഈ സർവകലാശാലയുടെ ഭരണസമിതിയിലൊക്കെ ഇമ്രാൻഖാൻ്റെ ഭാര്യയും ഒക്കെയാണുള്ളത്. അപ്പോൾ അത് ഖുറാൻ പഠനത്തിനാണ് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അതോടനുബന്ധിച്ച് വലിയൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രവർത്തിച്ചിരുന്നു. ഈ കേസിൽ ഇവരെ രണ്ടുപേരെയും ശിക്ഷിച്ച കേസിൽ മൊത്തം 8 പേരാ പ്രതികൾ. മറ്റ് 6 പേര് ഈ അവിടുത്തെ ഭൂമാഫിയാണ്. അവർ ഈ കേസ് വന്നപ്പോഴേ രാജ്യത്തുനിന്ന് സ്ഥലം വിട്ടു. അപ്പോൾ അവരെ ഇന്നലെ ശിക്ഷിക്കാൻ പറ്റിയില്ല. അവരെ തിരിച്ചു കൊണ്ടുവന്ന് ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ഈ മണി റിയലൈസ് ചെയ്യുകയും വേണം. അത് നടന്നില്ലെങ്കിൽ വേറൊരു കോംപ്രമൈസ് ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ചുരുക്കത്തിൽ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് ആ ഭരണകൂടമാകാനും സാധ്യതയുണ്ട്. അങ്ങനെ മാറ്റി നിർത്തുക വഴി ഇയാളെ ആജീവനാന്തം തടവിലിട്ടിരുന്നാലേ ഇപ്പോഴത്തെ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ കോംപ്രമൈസിനുള്ള വിജയസാധ്യത വളരെ വിദൂരം. പിന്നെ ട്രംപ് ഇടപെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്നിപ്പോൾ 20-ാം തീയതി തിങ്കളാഴ്ച ട്രംപ് അധികാരമേറ്റു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വാഷിങ്ടൺ DC-യിൽ ക്വാഡ് മീറ്റിംഗ് നടക്കുകയാണ്. ക്വാഡ്രിലാറ്ററൽ മീറ്റിംഗ്. അത് 4 രാജ്യങ്ങളാണല്ലോ: ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്ക. എടുത്ത വിദേശകാര്യമന്ത്രിമാർ അമേരിക്കയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്നത് അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. ഇവരുടെ ഈ ക്വാഡ് മീറ്റിങ്ങിൽ ഇവിടുത്തെ ഇന്ത്യ പസഫിക് ഏരിയയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും സെക്യൂരിറ്റി ഇഷ്യൂവും മുഖ്യ ചർച്ചാ വിഷയമാകും. അതിനാണ് ജയശങ്കർ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അമേരിക്ക പ്രസിഡൻറ്റിൻ്റെ അധികാര ആരോപണത്തിൽ പ്രത്യേക ക്ഷണം ലഭിച്ചത് ജയശങ്കർക്കാണ്. അദ്ദേഹം ഈ ക്വാഡ് മീറ്റിങ്ങിലൂടെ പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാളെ അമേരിക്കയ്ക്ക് യാത്രയാകുന്നത്. ശരിക്കും ഈ ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. അതായത് നിലവിൽ ജോ ബൈഡൻ എങ്ങനെയാണോ പാകിസ്ഥാനോട് ഒരു നിലപാട് സ്വീകരിച്ച് അതിനേക്കാൾ കുറച്ച് കാർക്കശ്യമുള്ള നിലപാടായിരിക്കും ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പം പാകിസ്ഥാൻ എപ്പോഴും ഭയപ്പെടുകയാണ്. കാരണം അവർക്കൊരു സാമ്പത്തിക സഹായമോ സൈനിക സഹായമോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ രാജ്യം ഇനി എങ്ങനെ മുന്നോട്ട് പോകും? കാരണം പട്ടിണി കൊണ്ട് പ്രശ്നമാണ്, ആഭ്യന്തര കലാപം കൊണ്ട് പ്രശ്നമാണ്, ഇമ്രാൻഖാൻ്റെ അണികൾ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഈ ട്രംപിൻ്റെ വരവ് സഹായിക്കും. അങ്ങനെ ട്രംപ് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തണം. മോഡി സർക്കാരിനോട് പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഇപ്പം നടക്കുന്ന ആഭ്യന്തര കലാപത്തിനും അവരുടെ അതിർത്തിയിലെ പ്രശ്നങ്ങൾക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഗ്രേഷനും ഒരു ശമനം ഉണ്ടാകാൻ മോഡിക്കൊരു സേയുണ്ട്. കാരണം അഫ്ഗാനിൽ ഇപ്പോൾ ഭരിക്കുന്നത് തീവ്രവാദി ഇസ്ലാം ഗ്രൂപ്പാണെങ്കിലും ഇന്ത്യ പറഞ്ഞാൽ അനുസരിക്കാവുന്ന ഒരു നിലയിലാണ് അവർ. കാരണം ഇന്ത്യയുടെ ഒരുപാട് ഭൗതിക സഹായങ്ങൾ അവർക്ക് ആഹാരമടക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഭരണകൂടത്തെ പ്രത്യേകിച്ച് മോഡിയുടെ നേതൃത്വത്തെ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു പാസിഫൈ മെത്തേഡ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ ട്രംപിന് സമ്മർദ്ദം ചെലുത്താം. പക്ഷേ ഇന്ത്യ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് കൂടിയായിരിക്കും. പക്ഷേ ഇതൊക്കെ വളരെ സാധ്യതയുണ്ടാകാനുള്ള സാധ്യത തന്നെ വളരെ വിദൂരമായ ആശയങ്ങളാണ്. പക്ഷെ പ്രധാനമായും ഇപ്പോൾ പാകിസ്ഥാൻ കഷ്ടപ്പെടുകയാണ്. ഇമ്രാൻ അകത്ത് കിടക്കുന്നത് കൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വവും അവിടുത്തെ സാമ്പത്തിക നിലയുമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ നിലവിലുള്ള ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഇവരെ മാറ്റണം. ട്രംപ് തന്നെ ഏർപ്പെടുത്തിയ ബ്ലാക്ക് ലിസ്റ്റ് തുടരുകയാണ്. അതിൽ ജോ ബൈഡൻ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഈ പാകിസ്ഥാൻ US ബന്ധത്തിലെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ PTI പാർട്ടിയിലെ അംഗങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇമ്രാൻഖാനെ രക്ഷിക്കാൻ ഒരുപക്ഷെ ട്രംപിനും കഴിഞ്ഞെന്ന് വരില്ല. സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.